തെളിവുകൾ അനുമോളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അനുമോളുടെ കയ്യിലിരിക്കുന്ന നമ്പർ ആദിലയുടെയാണ്. അനുമോൾ ആദിലയ്ക്ക് കൊടുത്ത നമ്പർ അനുമോളുടെ സ്വന്തം നമ്പറാണ്, അല്ലെങ്കിൽ ചേച്ചിയുടെ നമ്പറാണ്. ഇത് ഓൾറെഡി അക്ബറിനും നല്ല വൃത്തിക്ക് അറിയാം. പക്ഷേ അനുമോളെ അവിടെ തേജോവധം ചെയ്യാൻ വേണ്ടി അക്ബർ മനഃപൂർവ്വം കളിച്ചൊരു കളിയാണ്. ആദില പറഞ്ഞത് PR-ൻ്റെ നമ്പറാണെന്നാണ്. നല്ല വ്യക്തമായിട്ട് ആദില അത് ശൈത്യയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ആദില കള്ളത്തരം പറഞ്ഞതാണെന്ന് ഇറങ്ങുന്നതിന് മുൻപേ അക്ബറിൻ്റെ അടുത്ത് ആദില ചെവിയിൽ പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് അത്രയും കള്ളത്തരങ്ങൾ ആദിലയ്ക്ക് ഇവിടെ പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് ആദിലയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും പറയാതെ ആദില ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് അക്ബറിനും അറിയാമായിരുന്നു. എന്നിട്ട് ഇത്രയും നേരം അക്ബർ മൗനം പാലിച്ചു. എന്താണെന്ന് വെച്ചാൽ അനുമോൾ കൊടുത്ത നമ്പർ അനുമോളുടെ തന്നെയാണ്. പക്ഷേ അനുമോൾ പറഞ്ഞ മാറ്റർ അക്ബറിനെതിരെയാണ് അനുമോൾ പറഞ്ഞതെന്നുള്ള രീതിയിൽ. അതായത് ആദിലയുടെ കൈ നമ്പർ, ചേച്ചിയുടെ നമ്പർ കൊടുത്തു വിട്ടിട്ട് ആദിലോട് പറയുകയാണ്, നീ പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പറ, PR-ൻ്റെ അടുത്ത് പറയാൻ, അക്ബറിനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എത്രയോ ആഴ്ചകൾക്ക് മുൻപേ. അങ്ങനെ തേജോവധം ചെയ്യാനാണെങ്കിൽ ഒരിക്കലും അനുമോൾ ആദിലെ ആയിരിക്കത്തില്ല, പക്ഷേ അക്ബറിനെ ആയിരിക്കില്ല ചൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി അനുമോൾ ചൂസ് ചെയ്യുന്നത് അപ്പാനിയെയോ ജിസേലിനെയോ ഒക്കെ ആയിരിക്കും. ആ സമയത്ത് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റായിട്ട് നിന്ന ആൾക്കാർ ജിസേലാണ്. അനുമോൾക്ക് ഒരു പേടി, മീൻസ് ജിസേലിനോടുള്ള എല്ലാവരുടെയും ഉള്ള മതിപ്പും അല്ലെങ്കിൽ അനുമോൾക്കും ജിസേലും തമ്മിലുള്ള ആ ഇഷ്യൂ ഒക്കെ ഇത്രയും ക്രൂഷ്യലായിരുന്ന സമയത്ത് അക്ബർ അന്നൊരു വലിയ ഫ്രെയിമിലൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. ജിസേലുമായിട്ടായിരുന്നു അനുമോൾക്ക് നേരിട്ട് ഫൈറ്റ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ അപ്പാനിയെയും ജിസേലിനെയും ആര്യനെയും ഒന്നും പറയാതെ ഈ അക്ബറിനെ പറയേണ്ട കാര്യം എന്തുവാ? ഓക്കെ, ഒരു ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ വന്ന ടൈമിലാണ് അനുമോൾ ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അക്ബറുമായിട്ട് നേരിട്ട് ഫൈറ്റൊക്കെ വന്നു. ആ ടൈമിലാണ് അത് ചെയ്തതെന്നാണ് ഓൾറെഡി ആദില സമ്മതിച്ചു, നൂറ സമ്മതിച്ചു, അനുമോളും പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ആ സമയത്ത് എന്തുകൊണ്ട് അനുമോൾ അക്ബറിനെ ചൂസ് ചെയ്തു? അതിനകത്ത് നല്ലൊരു കള്ളത്തരവില്ല. അതും ഈ വൈൽഡ് കാർഡൊക്കെ വന്ന സമയത്ത് അക്ബർ ആ ഒരു വലിയൊരു ഭയങ്കര മാസമായിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ആ ടൈമിൽ. അന്ന് അനുമോൾക്ക് ഈ അനീഷേട്ടനായിട്ട് വരെ അടിയുണ്ടായിരുന്നു, ഷാനവാസിക്കായിട്ട് അടിയുണ്ടായിരുന്നു. അക്ബറിനെ ചൂസ് ചെയ്ത് വിട്ടു എന്ന് പറയുന്നതിനകത്ത് എന്തോരം കള്ളത്തരമുണ്ട്. അപ്പം ആദില പറഞ്ഞത് കള്ളമാണ്. ആദില അത് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു. അക്ബറിൻ്റെ അടുത്ത് അവസാന നിമിഷം അത് പിന്നെ മാറ്റി പറഞ്ഞ ആദില നമ്പർ ജയിച്ചതാണ്, പക്ഷെ മാറ്റർ അക്ബർ ആണെന്നുള്ളത് ആണ് രീതിയിൽ ആദില മാറ്റി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഇത്രയും പ്രശ്നം നടന്നപ്പോഴും നൂറ ഒരു വാക്ക് പറഞ്ഞില്ല, അത് ചേച്ചിയുടെ നമ്പർ അല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ല. നൂറ ചെന്ന് ഇന്നലെ നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് പോയി പറഞ്ഞ കാര്യവും വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതും ഈ PR എന്നുള്ള രീതി തന്നെയാണ് നൂറയും പറയുന്നത്. അപ്പം ആദ്യം നൂറയും PR എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് നിന്ന് കള്ളം പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ നേരം മാറ്റി അക്ബറിൻ്റെ അടുത്ത് പറയുകയാണ് അത് PR അല്ല, അത് ചേച്ചിയുടെ നമ്പറാണെന്ന്. ഇതാണ് ഇവിടെ നടന്നത്. ശരിക്കും ആദില പറയുന്നത് ഒന്നടങ്കം കള്ളത്തരാണ്. ആദിലയെപ്പോലുള്ളൊരു വ്യക്തി ജയിക്കരുത്, അതിന് നൂറ തോൽക്കണം. ഈ ദിവസം എവിക്ഷൻ ഉണ്ടെങ്കിൽ നൂറ തന്നെ ഔട്ടാവണം. ഈ അഹങ്കാരത്തിന് ഇതിനേക്കാട്ടി വലുതൊന്നും അർഹിക്കുന്നില്ല. മാത്രമല്ല അനുമോൾ തന്നെ ജയിക്കുകയും വേണം.